ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ശ്രീകൃഷ്ണ ജയന്തി ആശംസകൾ. എല്ലാവരും സുഖം തന്നെയെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ശ്രീകൃഷ്ണ ജയന്തിക്കുള്ള ഒരുക്കങ്ങളൊക്കെ ആയിരിക്കുമല്ലേ? ഇന്ന് ഉച്ച കഴിഞ്ഞ് ഘോഷയാത്രയൊക്കെ ഉണ്ടല്ലോ. എല്ലാവരും അവിടേക്ക് പോകാനുള്ള ഉത്സാഹത്തിലായിരിക്കും എന്ന് വിചാരിക്കുന്നു. ഒന്ന് ശ്രീകൃഷ്ണ ജയന്തി ആയിട്ട് ഞാനൊരു മോരൊഴിച്ച കറിയാണ് കേട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത്. ഒരു വ്യത്യാസമായ രീതിയിലാണ് ഒരു മോരൊഴിച്ച കറിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നല്ല രുചിയാണ് ഇങ്ങനെ ഉണ്ടാക്കുന്ന മോര് കറിക്ക്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കിയത് നമുക്കൊന്ന് നോക്കാം. അന്ന് മോരുകറി ഉണ്ടാക്കാനായിട്ട് ഞാൻ വീട്ടിലുണ്ടായിരുന്ന 2 നേന്ത്രക്കായും കുറച്ച് ചേമ്പാണ് കേട്ടോ. പൊടിച്ചേമ്പ് എന്നൊക്കെ പറയില്ലേ, ചെറിയ ചേമ്പ്. ചേമ്പ് കടയിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. ചേമ്പും കായും കൊണ്ടാണ് മോരൊഴിച്ച് കറി ഉണ്ടാക്കുന്നത്. ഞങ്ങളിങ്ങനെ ചേമ്പും കായും കൊണ്ട് മോരൊഴിച്ച് കറി ഉണ്ടാക്കും കേട്ടോ. നിങ്ങളിപ്പോൾ എല്ലാവരും ഇങ്ങനെ ചേമ്പും കായും വെച്ച് മോര് കറി ഉണ്ടാക്കുമെന്ന് എനിക്കറിയില്ല. ഞങ്ങൾ പണ്ട് കാലം മുതലേ എങ്ങനെ മോര് ഒഴിച്ച കറി ചേമ്പും കായും കൊണ്ട് ഇങ്ങനെ മോരൊഴിച്ച കറി ഉണ്ടാക്കാറുണ്ട്. നല്ല ടേസ്റ്റാണ്. അതെൻ്റെ ഓർമ്മ വെച്ചിട്ടാണ് ഇന്ന് ഞാൻ എങ്ങനെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ കായ വീട്ടിലുണ്ടായിരുന്നു. ചേമ്പ് വാങ്ങിക്കേണ്ടി വന്നു. ചേമ്പ് മാത്രം വാങ്ങി കറി ഉണ്ടാക്കുകയാണ്. അപ്പോൾ ചേമ്പും കായൊക്കെ നല്ലപോലെ കഴുകി കൊണ്ടുവന്നു. വലിയ ചേമ്പൊക്കെ രണ്ടാക്കി കേട്ടോ. വലിയ ചേമ്പൊക്കെ ചെറുതാക്കി. അതിനുശേഷം കായ കഴുകി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. കായ ഇങ്ങനെ ചെരിച്ചാണ് കേട്ടോ നുറുക്കുന്നത്. സാധാരണ കായ നുറുക്കുന്ന മാതിരിയല്ല കായ നുറുക്കുക. മോരൊഴിച്ച് കൂട്ടാൻ വെക്കാനായിട്ട് തൊലി കളഞ്ഞുണ്ടായില്ല. തൊലി കളയാതെ ഇങ്ങനെ ചെരിച്ചാണ് കായ നുറുക്കിയത്. ആ, അപ്പോൾ ചേമ്പും കായും നല്ലപോലെ കഴുകി ഒരു മൺചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തു. എല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തു. അതിനുശേഷം അതിലേക്ക് ആവശ്യത്തിന് 1 ടീസ്പൂണ് ഉപ്പ് ഇട്ട് കൊടുത്തു. ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, എരിവിന് ആവശ്യമുള്ള മുളക് പൊടിയും കൂടിയും ചേർത്ത് കൊടുത്തു. അതിനുശേഷം കഷ്ണം വേവാൻ ആവശ്യമുള്ള കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തു കേട്ടോ. വെള്ളം കൂടി ഒഴിച്ച് കൊടുത്ത് വീണ്ടും നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തു. അതിനുശേഷം അടുപ്പത്ത് വേവിക്കാൻ വെച്ചു. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തു കേട്ടോ. കറിവേപ്പിലയും കൂടി ഇട്ടിട്ടാണ് അത് വേവിക്കാൻ വെച്ചത്. അടപ്പിട്ട് അടച്ച് വെച്ചിട്ടാണ് കേട്ടോ വേവിക്കാൻ വെച്ചത്. അടപ്പിട്ട് അടച്ച് വയ്ക്കുമ്പോൾ ഇപ്പോൾ വേഗം വേവില്ല. അത് കാരണം അടച്ച് വെച്ചാണ് വേവിക്കുന്നത്. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അടുപ്പ് തുറന്നു. കറിയൊക്കെ നല്ലപോലെ തിളച്ചു കേട്ടോ. അതിനുശേഷം ലോ ഫ്ലെയിമാക്കി. കറി തിളച്ച് വന്നപ്പോൾ അടുപ്പ് തുറന്ന് ലോ ഫ്ലെയിമിൽ വീണ്ടും അടച്ചു വെച്ച് കുറച്ച് നേരം കൂടി വേവിക്കാൻ വെച്ചു. ലോ ഫ്ലെയിമിലാണ് വീണ്ടും കുറച്ച് നേരം അടച്ചു വെച്ച് വേവിക്കാൻ വെച്ചു. വീണ്ടും അടുപ്പ് തുറന്നു നല്ലപോലെ ഒന്ന് ഇളക്കിയിട്ടു. കഷ്ണമൊക്കെ വേവാൻ തുടങ്ങി. അതിൻ്റെ വെള്ളമൊക്കെ വറ്റാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. കഷ്ണങ്ങളൊക്കെ വെന്തു, വെള്ളമൊക്കെ വറ്റി തുടങ്ങി. നല്ലപോലെ ഒന്ന് ഇളക്കി ചേർത്തു. ആ കഷ്ണവും ചേമ്പും കായും ഒക്കെ നല്ലപോലെ ഒന്ന് ഇളക്കി ചേർത്തു. ആ വെള്ളം വറ്റുന്നത് വരെ ഒന്ന് ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ ഇളക്കി ചേർത്തു. അതിനുശേഷം അതിലേക്ക് കുറച്ച് മോര് തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. നല്ലപോലെ ഇളക്കി ചേർത്തതിന് ശേഷം വെള്ളം വറ്റി കഷ്ണങ്ങളൊക്കെ വെന്ത് വന്നപ്പോൾ ഇളക്കി ചേർത്ത് മോര് ഒഴിച്ചു കൊടുത്തു കേട്ടോ. മോര് ഒഴിച്ചു കൊടുത്ത് വീണ്ടും നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു. മോരൊഴിച്ച് പത വരാൻ തുടങ്ങിയപ്പോൾ തേങ്ങ അരച്ച് വെച്ചിട്ടായിരുന്നു. തേങ്ങ, ജീരകം, പച്ചമുളക്. ഒരു അരമുറി തേങ്ങയുടെ പകുതി തേങ്ങയും ജീരകവും പച്ചമുളകും കൂടി അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടി ചേർത്ത് വീണ്ടും നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു.
ലോ ഫ്ലെയിമിലാണ് കേട്ടോ. ലോ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് പത വരുന്നത് വരെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തു. ആ പാത്രം തേങ്ങ അരച്ച് കഴിഞ്ഞാൽ ആ പാത്രം കഴുകി കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തു. ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് വീണ്ടും നല്ലപോലെ ഒന്ന് ഇളക്കി കടുകും മുളകും കരിവേപ്പിലയും കൂടി വറുത്തിട്ടു കേട്ടോ. അപ്പം നല്ലൊരു കറിയാണ്. ഇങ്ങനെ ചേമ്പും കായും കൂടി മോരൊഴിച്ച് വെച്ച് ഇങ്ങനെ കടുകും മുളകും കരിവേപ്പിലയും കൂടി വറുത്തിട്ടാൽ നല്ല കറിയാണ്. അതിനുശേഷം ഒരു 1/4 ടീസ്പൂണ് ഉലുവ വറുത്ത് പൊടിച്ചതും കൂടി ചേർത്ത് കൊടുത്തു കേട്ടോ. ഉലുവ വറുത്ത് പൊടിച്ചതിന് ശേഷമാണ് കറി വറുത്തിട്ടത്. ഉലുവ വറുത്തിട്ടില്ല, ഉലുവ വറുത്ത് പൊടിച്ച പൊടിയാണ് ഒരു നുള്ള് ചേർത്ത് കൊടുത്തത്. അതിനുശേഷം ആണ് കടുകും മുളകും കരിവേപ്പിലയും കൂടി വറുത്തിട്ടത്. നല്ലൊരു കറിയാണ്. അപ്പോൾ എല്ലാവർക്കും ഈ കറി ഇഷ്ടമാവും. എല്ലാവരും ഇങ്ങനെ ഒന്ന് പരീക്ഷിച്ച് നോക്കിക്കോളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.